ിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൻ്റെ പ്രീസെയിൽ റിപ്പോർട്ടുകൾ, പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേരളത്തിലെ പുറത്തു വരികയാണ്. ഇനിയും മണിക്കൂറുകൾ മാത്രമാണ് സിനിമ റിലീസ് ചെയ്യാനുള്ളത്. നാളെ രാവിലെ 9:30 സിനിമ റിലീസ് ചെയ്യും. അതിനു മുമ്പ് അതിൻ്റെ പ്രീസെയിൽ എത്രയെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. അതായത് ഇതുവരെ 760ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്തിരുന്നത്. ഇന്നലെ തന്നെ സിനിമ 75 ലക്ഷത്തോളം രൂപയായിരുന്നു ട്രാക്ഡ് കളക്ഷൻസിലൂടെ മാത്രമായി നേടിയിരുന്നത്. നേരെ എന്ന സിനിമയുടെ ആദ്യ ദിനത്തെ ട്രാക്ഡ് കളക്ഷൻസ് തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അത് വലിയ കാര്യമായിട്ട് പറയുകയല്ല, ഒരു വലിയ ഹിറ്റായ സിനിമയായതുകൊണ്ട്, അതിനടുത്ത് തൊട്ടടുത്ത് വരുന്ന ഹിറ്റായ സിനിമയായതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ മലൈക്കോട്ടെ വാലിബിനെ കുറിച്ച് പറയാനും പരാജയപ്പെട്ട ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നല്ലത് മാത്രം ചിന്തിച്ച് പോകുക എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ 760 ഷോകളിൽ നിന്ന് ഇപ്പോൾ 60,000-ന് മുകളിലുള്ള ജനങ്ങൾ കാണുമ്പോൾ 27% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 99,31,990 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഏതാനും നിമിഷങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ 1 കോടിക്ക് മുകളിലുള്ള പ്രീസെയിൽ ഈ സിനിമയ്ക്ക് കേരള കളക്ഷനായി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു റിലീസാണ് സിനിമയ്ക്ക് വരുന്നത്. നമുക്ക് കേരളത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിലീസാണ് എന്ന് നമുക്കറിയാം. എന്താണേലും സിനിമ ഇതിനോടകം തന്നെ എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ ഒരു കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായി വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞത് 55,000-ന് മുകളിൽ ആളുകൾ കാണാൻ അഡ്മിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ 91.94 ആയിരുന്നുവെങ്കിൽ ഈ ഒരു നിമിഷം നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതനുസരിച്ചിട്ട് 60,000-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അത് 1 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ എന്നുള്ളതാണ്. എന്താണേലും നമുക്ക് കാത്തിരിക്കാം. ബാംഗ്ലൂർ, അതേപോലെ തന്നെ ചെന്നൈ, എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിലുള്ള ഒരു ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതിനു മുമ്പ് നമുക്ക് പ്രീസെയിൽ കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ, മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് നേടിയത് വെറും 38 ലക്ഷം രൂപയായിരുന്നു പ്രീസെയിലായിട്ടായിരുന്നെങ്കിൽ, ക്രിസ്റ്റഫർ എന്ന സിനിമ 50 ലക്ഷം രൂപയായിരുന്നു പ്രീസെയിൽ നേടിയിരുന്നത്. റോഷാക്ക് 85 ലക്ഷം രൂപയായിരുന്നു. CBI ഫൈ ദ ബ്രെയിൻ എന്ന സിനിമ 2,05 ലക്ഷം രൂപയായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ പ്രീസെയിൽ നേടിയത്. ഭീഷ്മപർവം 2,35 ലക്ഷം രൂപയായിരുന്നു. പ്രേമയോഗം ഇവിടെ 1 കോടിയാണ് നേടിയിരിക്കുന്നത്. അതായത് ഈ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ മമ്മൂട്ടി സിനിമകളിൽ 3-ാം പൊസിഷനാണ് സമീപകാലത്ത് ഇറങ്ങിയതിൽ മമ്മൂട്ടി സിനിമകളിൽ പ്രീസെയിലിൽ ഏറ്റവും ഹൈയിൽ നിൽക്കുന്നത്. ഇത് CBI വെട്ടിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം നമുക്കറിയാം വളരെ മണിക്കൂറുകൾ കുറവാണ്. ഒരുപക്ഷെ 1.5 കോടി വരെയൊക്കെ എത്താം എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.